എല്ലാ ദൃശ്യവും 2 ദൃശ്യവും തീർന്നത് 45-46 ദിവസം കൊണ്ട് ഷൂട്ട് തീർന്നു. അതൊരു ശരിക്കും ഒരു ഫാമിലിയുടെ കഥയല്ലേ, അത്രേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഒരു സ്കെയില് ഇതില് അല്ല. ഇപ്പം ഞാൻ എന്തുകൊണ്ട് 3-4 വർഷം ഒരു ഇതെടുത്ത് ഒരു അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആലോചിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ കുറച്ചും പറഞ്ഞല്ലോ, ഞാൻ കുറേ പ്രൊജക്റ്റുകൾ ലൈനപ്പ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ ഗസ്റ്റ് ഹൗസ്. ആ ഗസ്റ്റ് ഹൗസിൽ റൗണ്ട് ദ ക്ലോക്ക് എൻ്റെ പിള്ളേർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും 2 പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനും നടക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തെലുങ്ക് പടത്തിൻ്റെ റൈറ്റിംഗ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് ഞാനല്ല എഴുതുന്നത്. അപ്പം ഇതിങ്ങനത്തെ പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വലിയ പ്രൊജക്റ്റ് എടുത്ത് ഞാൻ ഇത്രയും ഇതിൻ്റെ കൂടെ നിൽക്കുന്ന റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ എല്ലാം ഞാൻ തള്ളിക്കളഞ്ഞിട്ട് വലിയൊരു പ്രൊജക്റ്റിലേക്ക് ചാടേണ്ടി വരും. അപ്പോൾ പിന്നെ 2 കൊല്ലം മാറും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അപ്പം അതാണ് എൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ പിന്നെ എനിക്ക് ഞാനിപ്പോഴും പറയുമല്ലോ, ഞാനൊരു എന്നെ ഡയറക്ടറോ റൈറ്ററൊന്നും വിളിക്കുന്നത്, ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്. എനിക്കിങ്ങനെ കഥകൾ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചു കൊച്ചു കഥകൾ. അതാ ഞാൻ പറഞ്ഞ പിള്ളേരുടെ സിനിമ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണത്. അതിലാണ് എൻ്റെ കിക്ക്, എൻ്റെ സന്തോഷം. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്ത് ഞാൻ നോക്കി. ഈ ദൃശ്യം 2-ന് ശേഷം സാറിന്റെ വാക്കുകൾക്ക് വിശ്വാസം വരുന്നില്ല. ചെറിയ പടമാണെന്ന് പറഞ്ഞാലും ഓട്ടോമാറ്റിക്. ഞാൻ ചെറിയ പടം ഉദ്ദേശിച്ചത് ബഡ്ജറ്റ് വൈസ്. എനിക്ക് തോന്നുന്നില്ല ദൃശ്യം 2-ന്റെ ചിലവുണ്ടാവുക ദൃശ്യം 3-ക്ക് എനിക്ക് സംശയമുണ്ട്. റെമ്യൂണറേഷൻസ് മാറ്റി വെച്ചാൽ മേക്കിങ്ങിന്. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഇത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പടം ഓടി വേറെ ലെവലിലേക്ക് പോകുന്നത് അത് ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അങ്ങനെ ഒരു ബഡ്ജറ്റും നമ്പർ ഓഫ് ഡേയ്സ് 45 ദിവസം. ഇപ്പോൾ ബാക്കി ഇപ്പോൾ ഈ പറഞ്ഞ 3 പോലെ ലോക പോലെയുള്ള സിനിമകളൊക്കെ അവർ എത്ര നാളത്തെ അവരുടെ പ്രയത്നവും എത്ര ഹെവി കണ്ടന്റ് ആണ്, ഹെവി മേക്കിംഗ് ആണ്. അങ്ങനെയാണ് എൻ്റെ ഈ പടങ്ങളൊക്കെ കൊച്ചു കൊച്ചു. അതുകൊണ്ടേ പറഞ്ഞത് കൊച്ചു സിനിമയാണ്. സാർ അതേപോലെ ഈ ലോകയിലെ കാര്യം പറഞ്ഞ ലോകയിൽ ഒരു സ്ത്രീ കേന്ദ്ര കഥാപാത്രമായി വന്നിട്ട് 200 കോടി ക്ലബ്ബിൽ കയറി. അതായത് ഒരു സിനിമയിൽ ഒരു പുരുഷൻ തന്നെ നായകനാവണമെന്നോ വില്ലനാവണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. ഒരു സ്ത്രീ വിചാരിച്ചാലും വണ്ടർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാറിൻ്റെ ഏതെങ്കിലും സ്ക്രിപ്റ്റുകളിൽ ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് സബ്ജക്റ്റുകൾ വരാനായിട്ട് താല്പര്യമുണ്ടോ? ഇതൊരു ചെറിയ തോതില്ല. ഇതിൽ ഫുള്ളി ഒരു ഫീമെയിൽ ഓറിയന്റഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ മമ്മിയമ്മ ചെയ്തായിരുന്നു. ആ സമയത്ത് ഒരു കൊച്ചു സിനിമയാണ്, ഫീമെയിൽ സെൻട്രിക്കാണ്. ഉർവശി ചേച്ചിയും അവരുമാണ് സിനിമ കൊണ്ടുപോകുന്നത്, മോളുമാണ്. അന്ന് ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ ഞാൻ 2.5 കൊല്ലം നടന്നു. ഇന്ന് കാലം മാറി. ഇന്ന് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത് സിനിമയിൽ അങ്ങനെ സ്ത്രീ പുരുഷൻ അങ്ങനെ ഒരു ഭേദത്തിൻ്റെ ആവശ്യമില്ല. ആരാ ക്യാരക്ടർ ലീഡ് ക്യാരക്ടർ ചെയ്ത് അത് തിയേറ്ററിൽ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും പടം ഓടും. അത് ഇതിന് മുമ്പും പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് ഇപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ. നല്ല സബ്ജക്റ്റ് എടുത്ത് നന്നായിട്ട് മേക്ക് ചെയ്യുക, അതാണ് ലോകിക്ക്. അപ്പം അതൊക്കെ ഒത്തിരി പോസിറ്റീവ്സ് ആണ്. ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കേരളത്തിൽ ഈ മലയാള ഇൻഡസ്ട്രിയിൽ ഭാഗമായിട്ട് നിൽക്കുന്നു. നമുക്കതിനുള്ള ഒരു സ്പേസ് ഉണ്ട്, അത്രയും നല്ലൊരു ക്വാളിറ്റി, നല്ല ഓഡിയൻസ് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. ആൻഡ് വേറൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇപ്പം ബാക്കിയുള്ള ലാംഗ്വേജസ് മാറിക്കൊണ്ടിരിക്കുക. അവർ നമ്മുടെ മലയാളം കണ്ടു തുടങ്ങണം. ഇത് ഭയങ്കര നമ്മുടെ മാർക്കറ്റ് വലുതാവുന്നു, നമ്മുടെ സിനിമയുടെ ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ പറ്റുന്നു. ഒത്തിരി ഒരു പോസിറ്റീവ് ടൈമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപർണയുടെ കൂടെ ഇപ്പം നമ്മളെപ്പോഴും നമ്മളൊരു ടീം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഫേവറേറ്റ്സിനെ ഫ്രണ്ട്സിനെ ഒക്കെ കൂടെ ആണ് നമ്മൾ ടീമിലേക്ക് പിക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോവാർട്ടിസ്റ്റ് ആണ് അപർണ. കോവാർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഒരു ഗംഭീര ആക്ട്രസ് ആണ് അപർണ. അപ്പൊ എനിക്കും പെർഫോം ചെയ്യുമ്പോൾ ചില സീക്വൻസസ് ഒക്കെ എടുക്കുമ്പോൾ എൻ്റെയും കുറെ പണി ഈസി ആക്കി തരുന്നത് കൂടെയുള്ള ആളുകളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അപർണയുടെ കൂടെ ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ. പിന്നെ അപർണ എന്നുള്ളത് ഇപ്പം സൺഡേ ഹോളിഡേ ആയാലും കിഷ്കിന്ധകാണ്ഡം ആയാലും എല്ലാം ഡയറക്ടറുടെ ചോയ്സ് ആണ്. ഒരിക്കലും എനിക്ക് എൻ്റെ അടുത്ത് റെക്കമെൻഡേഷനോ സ്പേസോ അങ്ങനെയൊന്നുമില്ല. ഇപ്പം എൻ്റെ അടുത്തും ജിത്തു സാറ് പറയുമ്പോൾ ഇത് പ്രൊജക്ട് ഓൺ ആയതിനു ശേഷം സാറിന്റെ ഫസ്റ്റ് ചോയ്സ് വാസ് അപർണ. അപർണയുടെ കൂടെ അപർണ തന്നെയായിരുന്നു ആ കാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്കും അപർണ ആണെങ്കിൽ കൂടുതൽ സന്തോഷം, അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും നല്ലൊരു പെർഫോമർ, നന്നായി ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യാൻ, അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാവണമെന്ന് മാത്രമേ ഞാൻ ഡിമാൻഡ് ചെയ്യാറുള്ളൂ. അതെ അതെ. ഇപ്പൊ ഇതിന്റെ പ്രൊമോഷൻ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇതിന്റെ അകത്ത്
ഒരു ഭാഗ്യ ജോഡി എന്നുള്ള ഒരു ലേബലിലേക്ക് എത്തി എന്നുള്ളത്. അപ്പൊ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. സിനിമയ്ക്ക് ആവശ്യമില്ലാത്തൊരു പ്രഷർ വരുന്നുണ്ട് അതില്. നോക്കാം, എന്തായാലും റിലീസ് കഴിയുമ്പോൾ അറിയാം. ഡൊമിനിക്കായിട്ട് ഞാൻ ഒരുപാട് നാളത്തെ ബന്ധമുള്ളതാണ്. ലോകയുടെ എല്ലാ അപ്ഡേറ്റ്സും ഷൂട്ടിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പം ഫസ്റ്റ് പ്രിഫറൻസ് ഇപ്പം ഞാൻ ചെയ്ത കഴിഞ്ഞ വർഷത്തെ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഇപ്പൊ കിഷ്കിന്ദകാണ്ഡം എന്റെ മോന് മനസ്സിലാവില്ല. അത് കാണുന്ന ഓഡിയൻസ് കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഓഡിയൻസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈവൻ തലവനാണെങ്കിലും ലെവൽ ക്രോസ് ആണെങ്കിലും ഒക്കെ കുറെ കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഓഡിയൻസിന് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിരുന്നു. സർക്കിട്ട് ഉണ്ടായിരുന്നു. സർക്കിട്ടിന്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിലെ പാട്ട് ഇഷ്ടമാണ്, ജപ്പുവിനെ ഇഷ്ടമാണ്. അപ്പം ഈ ബാക്കിയുള്ള സിനിമകളെ വെച്ച് കമ്പയർ ചെയ്ത് അപ്പം ലോക പോലൊരു സിനിമ അവര് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഒരു ഭയങ്കര, ഇപ്പൊ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മളൊരു ഹോളിവുഡ് ലെവൽ സ്ക്രീൻ പ്ലേയും മേക്കിങ്ങും നറേഷനും ഒക്കെ ഉള്ളൊരു സിനിമ. അത് ഇപ്പൊ അവഞ്ചേഴ്സ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഉറപ്പായിട്ടും മലയാളത്തിൽ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഓഫ് ഹാബി എന്ന് പറഞ്ഞ സിനിമ ഓർക്കുന്നുണ്ടോ? അത് ഒരു അത്ഭുതമായിരുന്നു അന്ന്. അപ്പൊ അന്ന് കിരീടം കാണണോ ഓഫ് ഹാബി കാണണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓഫ് ഹാബി എന്നേ പറയുള്ളൂ, അല്ലേ? ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് പണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കാത്ത പല സിനിമകളും ഇന്ന് നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമകളാണ്. അന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്ന് പറഞ്ഞ ഇന്നസെന്റ് ഒരു ഗംഭീര സിനിമയുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ സിനിമ പിന്നെ എപ്പോഴെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പൊ ഇപ്പൊ അവരുടെ പ്രായത്തില് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നതിനേക്കാൾ മുകളിലാണ് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത പടങ്ങളെല്ലാം. ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യണമെന്നുള്ളത്. ഇൻഫാക്ട് ഞാനൊരു സൂപ്പർ ഹീറോ മൂവി ഫാനാണ്. അപ്പൊ എന്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു ഒരു സൂപ്പർ ഹീറോ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതില് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിനിമയ്ക്കുള്ള ഒരു സ്ക്രിപ്റ്റോ സ്ക്രീൻ പ്ലേ ഒന്നും എന്റെ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചെയ്യും. അവരോട് ചോദിച്ചാണോ ലോകയിലെ ഏതെങ്കിലും ചാപ്റ്ററിൽ ഞാൻ പറയാൻ ചാൻസ് ഉണ്ടോ? അവരായിട്ട് തരുവാണെങ്കിലല്ലേ നല്ലത്, ചോദിച്ച് മേടിക്കുന്നതിനേക്കാൾ. ആഗ്രഹമുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പൊ എല്ലാം ഏത് ആക്ടേഴ്സിനോട് ചോദിച്ചാലും ആക്ടേഴ്സിന്റെ ഏറ്റവും നല്ല ഒരു സ്വഭാവ ഗുണം അതാണ്. എല്ലാവർക്കും ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മനസ്സിലുണ്ടാവും. അവർ ചെയ്യുന്ന പോലത്തെ സിനിമകൾ ചെയ്യണം, അവർക്കുണ്ടായ പോലത്തെ സക്സസ് ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. വിളിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും പോയി ചെയ്യും. സൂപ്പർ ഹീറോ എന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. അത് വരട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് ഓർഗാനിക്കലി സംഭവിക്കണം. ഞാനല്ലാതെ അടുത്തത് ചെയ്തേക്കാം എന്നും പേപ്പർ പേന എടുത്ത് ഇറങ്ങാൻ ഇല്ല. അങ്ങനത്തെ ഇല്ല. അത് ആക്ച്വലി കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റോറിയാണ്. എൻ്റെ ചെറുപ്പത്തിൽ കണ്ടതും വേറെ ഒരു സംഭവങ്ങളുടെ ഇതുമൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ള ഒരിതാണ്. ഒരു ഫൺ ഫിലിം, കുട്ടികളുടെ സിനിമ. അപ്പൊ നമ്മൾ ഏതാണ്ട് എല്ലാ ഏരിയയും കവർ ചെയ്തെന്ന് തോന്നുന്നു, അല്ലേ? അപ്പൊ ഇനി എല്ലാവരും യൂട്യൂബ് കോമന്റ്സ് വന്നത് അർജുനെ പറ്റി ചോദിച്ചിട്ടായിരുന്നു. അത് ഭയങ്കര, എന്തുകൊണ്ടാണ് ജിത്തു സാർ അത് കറക്റ്റായിട്ട് പിക്ക് ചെയ്തെന്നുള്ളത് മനസ്സിലായത് ഇതിന്റെ ട്രെയിലർ റിലീസ് കഴിഞ്ഞപ്പോഴായിരുന്നു. അപ്പം അർജുന്റെ ഫസ്റ്റ് ഫിലിം ആണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഫസ്റ്റ് ഫിലിം. ഞാനൊരു മ്യൂസിക് വീഡിയോ കണ്ടിരുന്നു. എൻ്റെ ആക്ച്വലി വെരി ഫസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് എനിക്കൊരു ഭയങ്കര ലേണിംഗ് പ്രോസസ്സായിരുന്നു. എനിക്ക് കുറേ ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് എത്തിയ സ്ഥലമായിരുന്നു. പക്ഷെ എനിക്ക് കുറേ പഠിക്കാൻ പറ്റി. ഈവൻ ഈച്ച് ആൻഡ് എവറിത്തിങ്, ടെക്നീഷ്യൻസ് ആണെങ്കിലും ഇവരുടെ അടുത്ത് നിന്നാണെങ്കിലും എനിക്ക് കുറേ, ആസിഫിക്ക് എനിക്ക് കുറേ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈവൻ അബറിൻ്റെ ആണെങ്കിലും എല്ലാവരും എനിക്ക് കുറേ സപ്പോർട്ട് ചെയ്തു. ആൻഡ് യൂട്യൂബിൽ കമൻസ് ഒക്കെ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാവരും ഓഫ്കോഴ്സ് എല്ലാവരും വീട്ടിൽ തന്നെ ഇത് കാണുക. ആൻഡ് എല്ലാവരും റിവ്യൂസ് പറയുക. താങ്ക് യു സോ മച്ച്.